പ്രിയരെ, ഈ നാടകം ഒരു കുടുംബ കഥയല്ല. ചെറിയ സന്തോഷങ്ങളും വലിയ സങ്കടങ്ങളും ചേർത്ത് വെച്ചിരിക്കുന്ന അരങ്ങൊരുക്കം. അരങ്ങിന്റെ ഈ പകർനാട്ടം ഒരു കനലാണ്. പെണ്ണിന്റെ സഹനത്തിനുമപ്പുറം പ്രതിരോധത്തിലെ ചെറുകാറ്റായി പടരുന്ന കത്തുന്ന തീക്കനൽ. സ്ത്രീ എന്നാൽ അടിമവർഗമെന്ന് ആണവന്തിക്ക് നേരെ പെണ്ണരങ്ങ് ഉണർന്നുയരുന്നു. പെണ്ണായി ജനിച്ച നാവനക്കാൻ കഴിയാത്തൊരു കെട്ട കാലത്തിന്റെ നരകയാത്രയിൽ നിന്നും പെൺപെരുമയിലേക്ക് ഒരു സ്വർഗ സഞ്ചാരം. നന്മ നഷ്ടമാകാത്ത പൗരുഷങ്ങൾക്ക് ഹൃദയപുഷ്പങ്ങൾ അർപ്പിച്ച് നാടകം ആരംഭിക്കുന്നു. അഗ്നി ചിറകുകൾ. രചനയും സംവിധാനവും ബിജു കേക്കിനില. അവൾ പുത്തൻകലർക്കാരൻ. അങ്ങനെ കേരളത്തിൽ ചിരസ്ഥിരിക്കും അനന്തപുരി. ആ അനന്തപുരിയുടെ സിന്ദൂര തിലകമായി ഈ ചെറുനിയൂർ ദേശം. ചെറുനിയൂരിന്റെ സിന്ദൂര തിലകങ്ങൾ ഒന്നിച്ചൊന്നായി ഒരു കഥ പറയുന്നു. നാടകം ആരംഭിക്കുന്നു.
ഈ പെണ്ണുങ്ങൾക്ക് മാത്രമേ കണ്ണീരും സങ്കടമൊക്കെ ഉള്ളൂ. ആണുങ്ങളല്ലേ കരയാതെ? അങ്ങനൊരു സംശയം നിങ്ങൾക്കില്ലേ? ഉണ്ടേ. ആണുങ്ങൾക്കും സങ്കടം വരും. പക്ഷേ ആണിന്റെ നെഞ്ചിൽ ചേർന്ന് പെണ്ണങ്ങനെ നിന്ന് കൊടുക്കും. അവന്റെ കണ്ണുനീര് അവളുടെ സ്വന്തം നെഞ്ചിലേക്ക് വാങ്ങാൻ അവന്റെ വിങ്ങലുകൾ പെണ്ണിന്റെ കണ്ണുനീരാകും. അപ്പോൾ നമ്മൾ പറയേണ്ടത് ആ കഥയല്ലേ എങ്കിൽ അങ്ങനെ ചില കഥകൾ പറയാൻ അവർ വരുന്നുണ്ട്. എന്തൊരു ചൂട്! വേലടിച്ച മനുഷ്യൻ ഒരു കഥയോ! എന്തൊരു കാലമാ! മഴയാണെങ്കിൽ തോരാ മഴ, വെയിൽ വന്നാലും ഉച്ച കൊള്ളുന്ന കോടും ചൂടും. വീട്ടിലെ വ്യക്തി വാങ്ങിയേ പറ്റും. എന്നാലും കുടി വരില്ലേ? അയ്യോ, മേടിക്കാൻ പറ്റുന്ന മത്സരമേ കഴിഞ്ഞ ആഴ്ച എന്നെ കടമ മരിച്ച് എനിക്ക് എഴുതി വാങ്ങാനല്ലേ അച്ഛനെ ശ്വാസമുട്ടിനുള്ള മരുന്ന് വാങ്ങാനാണ്. സർക്കാരിന്റെ ഓണമെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അതയച്ചാലേ എന്റെ വീട്ടിലെ കക്കൂസ് വരെ ഞാൻ എഴുതി വയ്ക്കും. എനിക്ക് കയ്യിലെ 5 രൂപ കെട്ടെടുക്കാനുണ്ടെങ്കിലും സ്വപ്നങ്ങൾ കോടികളിലാ. കോടികളും ലക്ഷങ്ങളും ഒന്നും വേണ്ട. കയറിക്കിടക്കാൻ ഒരു പുഴയുണ്ടായാൽ അത് തന്നെ ഭൂമിയിലെ സ്വർഗം. ഒരു തുള്ളി വെള്ളം പോലും വീട്ടിൽ വെളിയിലൊഴില്ല. വെള്ളം വീഴാതിരിക്കാൻ വീടിന് മുകളിൽ വലിച്ചിരിക്കെ കാപ്പ കാറ്റത്ത് കയറി പറഞ്ഞു. പാവം വയ്യാതെ കിടക്കുന്ന എന്റെ അമ്മ ആ മഴ കെട്ടി കിടന്നു മുഴുവൻ നനഞ്ഞു. ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോ അമ്മ കിടന്ന് കരയോ വിറയലോട് വിറയ. നമ്മുടെ ഗതികെട്ട ജീവിതം ഇങ്ങനെ സ്വപ്നം കാണാൻ പോലും സ്വസ്ഥതയില്ലാത്ത പെൺജന്മങ്ങൾ. കല്ല് തട്ടി ഓടിക്കുന്നു. ദേശം വൃത്തിയാക്കാൻ പകൽ ചൂടിൽ പെരുമഴയെത്തും. കിലോമീറ്ററുകളോളം നടന്ന് തീർക്കുന്ന നമുക്കോ അവഗണനെ ആട്ടിയിറക്കരുത്. ദിവസം 500 രൂപയുടെ മീൻ വാങ്ങി സുഭിക്ഷം പഠിപ്പിക്കുന്നവർക്ക് മാസത്തിൽ 50 രൂപ പ്ലാസ്റ്റിക് കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ വളരെ മനപ്രയാസമാണ്. വീട്ടുവാടക കൊടുക്കാനുണ്ട്. തന്നു തീർത്തില്ലെങ്കിൽ വായിൽ ചുരുട്ടി പൊയ്ക്കോളം പറഞ്ഞിരിക്കുക ഹൗസ് ഓണർ.
പൊന്നുമോളെ ഒരുപാട് പൊന്നടിച്ച് വലിയ ഉദ്യോഗസ്ഥനെ കെട്ടിച്ചതിന്റെ പണം. നിന്റെ അഹങ്കാരം അല്ലെങ്കിൽ പിന്നെ റബ്ബർ വെട്ടാൻ പോകുന്ന ആരെങ്കിലും 30 പവൻ സ്വർണവും താമസിക്കുന്ന വീടുകളുടെ കൊടുക്കോ? അത് നീ പറയണം. സത്യം നിനക്കറിയില്ലല്ലോ. എന്റെ മോളെ കണ്ടിഷ്ടപ്പെട്ട് പെണ്ണ് ചോദിച്ചു തന്നോനാ ആ സോഡാ കുപ്പി മോളെ അവരാ പലക്കെ കിളവ തന്ന വീട്ടിൽ വന്നിരുന്നു. കേട്ടിക്കൊണ്ട് പറഞ്ഞതാ ഞങ്ങൾക്ക് നിങ്ങളുടെ പെൺകൊച്ചിനെ മാത്രം മതിയെന്ന്. സ്വഭാവശുദ്ധിയുള്ള സ്ത്രീയ ഏറ്റവും വലിയ സ്ത്രീധനം. പ്രാർത്ഥിച്ച സർവ്വ ദൈവങ്ങൾക്കും കണ്ണീരോടെ നന്ദി പറഞ്ഞു. ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, നല്ലോണം പഠിക്കണം കുട്ടിയാ. ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ ഇത്രയും പഠിപ്പിച്ചത്. പഠിത്തം മാത്രം നിർത്തല്ലേന്ന്. ഒരു സർക്കാർ ജോലി അവളുടെ ഏറ്റവും വലിയ സ്വപ്നമാ. എന്നിട്ടാണ് ആ പെൺകൊച്ചിപ്പോ അരവിന്ദ കൺട്രാക്ടിലൂടെ മൈക്കോട് പഠിച്ചു പോകുന്നത്. അരവിന്ദ കൺട്രാക്ട് ഏത് സർക്കാരാണ്? കല്യാണത്തിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കാൻ അവന്റെ ആ തന്തയും വേറൊരു അമ്മാവൻ ചെല്ലിയുടെ വീട്ടിൽ വന്നിട്ടാ എന്നെ കുടിക്കാന്. 50 പവൻ സ്വർണവും വീടുമ്പലൂടെ കൊടുത്തില്ലെങ്കിൽ കല്യാണം നടക്കൂലാന്ന്. ഞാൻ എന്ത് ചെയ്യും? സർവ്വകക്ഷികളെ കല്യാണം വിളിച്ചു. സത്യം ഉൾപ്പെടെ എല്ലാ ഏർപ്പാടാക്കി. ഞാൻ ഈ കടം വാങ്ങാൻ ഈ നാട്ടിൽ ഒരു കിളിക്കുന്ന പോലെ പാർട്ടിയില്ല. എന്റെ കെട്ടനായി ഉൾപ്പെടെ വിറ്റ 30 പവൻ ഞാൻ ഒപ്പിച്ചു. അച്ഛനില്ലാത്ത മകളുടെ കുട്ടിയാ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കൂട്ടാത്മഹത്യ അല്ലാതെ ഞങ്ങൾക്ക് ഒരു വഴിയുമില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണം? കണ്ണും കഞ്ചാവൊന്നുമല്ല, ഈ മുടിഞ്ഞ സ്ത്രീധനമാണ്. അതെങ്ങനെയാ ഇതൊക്കെ നിർത്തലാക്കേണ്ട? ജഡ്ജിമാരുടെയും മന്ത്രിമാരുടെയും ഓഫീസർമാരുടെയൊക്കെ പെൺമക്കളെ കെട്ടിച്ചേക്കുന്നത് കിലോ കണക്കിന് സ്വർണ്ണവും കോടികളിൽ പോക്കറ്റ് മണിയും കുറെ വസ്തുക്കളും വലിയ വലിയ കാറുകളും ഒക്കെ കൊടുത്തിട്ടല്ലേ. പിന്നെ ഇത് ആരും നിർത്തലാക്കാനാ? നീ ഒരു പാട്ട് പാടിക്കേ, അവളുടെ മനസ്സൊന്നും കണ്ടിട്ട്. നീ നമ്മുടെ മനുഷ്യന്റെ പാട്ടല്ലേ എപ്പോഴും പാടുന്നു? അതിലൊരു പാട്ട് പാടിയേ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് പിന്നെ നാളായി കച്ചൻ കൊഞ്ചി പറയാറില്ലേ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് പിന്നെ നാളായി കച്ചൻ കൊഞ്ചി പറയാറില്ലേ. കുമ്പായിക്കൊട്ടാലേ പ്രാണം കഴിഞ്ഞിട്ട് ഓണം പാടക്കലുമാ. അറബികളെ പെണ്ണിനെ പൊന്നും കൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ കല്യാണം കഴിക്കുന്ന നമ്മുടെ നാട്ടിലോ സ്വന്തമായ ഒരു ചട്ടി വാങ്ങാൻ പോലും കഴിവില്ലാത്തതിന് വേണം 100 പവൻ. ഇങ്ങനെ കൊടുക്കുന്ന സ്വർണം കല്യാണം കഴിച്ചതിന് അന്ന് വിട്ടിട്ട് വേണം പെണ്ണിനെ താഴെ വെച്ചതിന്റെ കടമാണ് തീർക്കാൻ. അതൊക്കെ അങ്ങ് ഗൾഫിൽ, അവിടെ പാർട്ടിയില്ല. ഇവിടെ നേരങ്ങളെത്തുമ്പോഴാണെന്ന് പറയണം പൊടിയെ പിടിച്ചത്. പൊടിയുടെ നിറത്തിനെ മാറ്റുന്നത് സ്വഭാവം എല്ലാവരുടെയും ഒന്ന് തന്നെ നമ്മളെ പറ്റില്ല. അപ്പൊ പോയിന്റ് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ നേതാക്കന്മാർക്ക് മുട്ടൻ വീടില്ലാതുണ്ടാ, കാറില്ലാതുണ്ടാ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് രാഷ്ട്രീയമാണ്. മേലങ്ങി പണി
കേട്ടത് ജീവിതം പരമസുഖം. നല്ല പട്ടിക ടേസ്റ്റായിരിക്കും. ഇന്നാളും കിട്ടില്ല കാണാല്ലേ? അതല്ല, നല്ല കട്ടിയുണ്ട്. എന്തായാലും അയച്ചത് എന്നാലും എന്റെ പണ്ടുള്ള ദേവി ഇത്ര കൈ അവരുടെ സങ്കടം നീ കണ്ടല്ലോ. ദേവി മഹാമായേ. എന്നാലും ഇത് എവിടെയാണ് ഈ പ്ലാസ്റ്റിക് മുന്നിൽ വന്നത്? ഇത് ഉൾസെൻസി എല്ലാവരും ഓർത്ത് നോക്കിയേ. ആ കെട്ടിയത് വല്ല ഓർമ്മയിൽ കിട്ടുന്നുണ്ടോ? ആ ഇതാ തെറ്റപ്പുറത്ത് അമേരിക്കക്കാരെ വീട്ടിലാ ഞാനാണ് ഈ പ്ലാസ്റ്റിക് കൊണ്ടുവന്നത്. ആ വീട്ടിൽ അവിടെ അച്ചാച്ചനും ഒരു വേലക്കാരൻ കൊച്ചുകൂടി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ചോറിനെ കാണും മോളെ എന്ന് അച്ചാച്ചൻ പറഞ്ഞു. വേലക്കാരൻ വന്ന് റൂം തുറന്നു വന്നു. അവിടെ ഒരു പ്ലാസ്റ്റിക് ചാക്കിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ അത് നിറയെ കവറുകളാ. ആ ചാക്ക് വെട്ടി ഞാൻ എടുത്തോണ്ട് പോന്നു. ഇതിപ്പോ വലിയ കുഴപ്പമാകും മനസ്സിലമാ. നമ്മളെല്ലാവരും മോഷണ കുറ്റത്തിന് ജയിലിൽ പോവേണ്ടി വരും. ഒന്നും മിണ്ടാതിരി. വേഷത്തിലാണ് നമ്മൾ ചരിത്രം, പ്രവൃത്തിയിൽ നമ്മൾ സമ്പന്നരാണ്. നമ്മൾ ആരുടെ ഒന്നും മോഷിക്കാറുമില്ല, എടുക്കാറുമില്ല. നന്മ നഷ്ടമാകാത്ത സത്യസന്ധമായ ഒരു മനസ്സുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഇത് 10 വരും. ഇനി എന്താ നമ്മുടെ പരിപാടി? നമ്മൾ ഇതുമായി കർക്കല സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടുത്തെ എസ് ഐ മനസ്സിലാണ് എനിക്ക് പരിചയമുള്ളൂ. ഒരു ഗംഭീര മനുഷ്യനാ. ആ സാറിനോട് നമ്മൾ പറഞ്ഞ സത്യം പറഞ്ഞ സാറിന് മനസ്സിലാകും. എന്റെ പിള്ളേരെ, മനുഷ്യജന്മം ദൈവം തന്ന വരമ. അതിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകും. മനസ്സ് പതറാതെ കണ്ണു മഞ്ഞളിച്ചു പോകാതെ പിടിച്ചു നിൽക്കണം. നമുക്കും നാളെ നല്ല കാലം വരും. ചലോ 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 പോലീസ് സ്റ്റേഷൻ. ചലോ എന്നാലും എന്റെ പത്മനാഭ, ഇനി ഉണ്ടാകുന്ന ഇതുപോലുള്ള നിശ്ചയങ്ങൾ ആ ഷോറൂമില് പുറത്താത്ത വീട്ടിലുള്ളത് പോലെ അവന്മാരൊക്കെ പോയാ. ജാനകി, 400 പരം സ്ത്രീകൾ ഈ ആശ്രയ കേന്ദ്രത്തിൽ ഒരേ കുടുംബത്തെ പോലെ കഴിയുന്നവരാണ്. അവരിൽ 70% അമ്മമാരാണ്. ഇതിൽ കൂടുതലും സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ചാനലുകൾക്ക് ഇത് വെറുമൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി മാത്രമാണ്. ചാനൽ വഴി കിട്ടുന്ന വൈറലാകുന്ന വാർത്തകൾ. ഇവ പരമ്പരയാണ് നമ്മുടെ മലയാളി വേണ്ടണം. ഒള്ളി നെഗറ്റീവ് ന്യൂസ് ആണല്ലോ. നമുക്ക് വേണ്ടത് നെഗറ്റീവ് ന്യൂസിനെ മാത്രം. അതും പെൺവാർത്തകൾ. കൂടുതൽ വൈറൽ. അമ്മയെ തലക്കടിച്ചു കൊന്ന മകൻ, 90 വയസ്സായ വൃദ്ധയെ ബലാത്സംഗം ചെയ്ത
ബിരുദാനന്തര ബിരുദധാരിയായ 28കാരൻ അപകടത്തിൽ മരണപ്പെട്ട് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന പെൺശരീരത്തിൽ പോകം ചെയ്ത ആശുപത്രി ജീവനക്കാരൻ 1 വയസ്സ് പോലും തികയാത്ത പെൺകുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ അയൽക്കാരനായ ബന്ധു ഈ നാടിന് നാണക്കേടായി തുടരുന്ന വാർത്തകൾ. അപ്പുറം മലയാള ദേശത്തിൽ സ്ത്രീകളോട് ചെയ്യുന്ന ക്രൂരതകൾ പ്രേക്ഷകർക്കൊപ്പം അധികാരത്തിൽ എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യം ഈ പരമ്പരയ്ക്കുണ്ട്. ഒന്നും സംഭവിക്കില്ല കുട്ടി. ഇതൊരു ജനാധിപത്യ പുരുഷാധിപത്യ ദേശമാണ്.